അസ്സലാമലൈക്കും. ഇക്ക നമ്മളെ ആ മർജാൻ്റെ വീട്, മർജാൻ ആ പള്ളിക്കരിന്ന് കല്യാണം കഴിച്ചിട്ടില്ലേ? അതന്നെ നമ്മൾ മർജാൻ്റെ ഭാര്യ വീട്ടിലാണ് കേട്ടോ, രാമന്തളിയിൽ. അവൻ്റെ വൈഫിന് ഇത്ര ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ട്. എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ക്രാഫ്റ്റും കാര്യങ്ങളാക്കി ഡെക്കറേഷൻ ചെയ്ത്, അതുപോലെ തന്നെ ഞങ്ങളെ വിശേഷ ദിവസങ്ങളിൽ അവർ എന്താ പറയുക, നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകളൊക്കെ എത്തിച്ചെന്ന് ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അപ്പം സനയുടെ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ വിശേഷ ദിവസങ്ങളിൽ നിങ്ങളെ വേണ്ടപ്പെട്ടവർക്കുള്ള ഗിഫ്റ്റും സാധനങ്ങളൊക്കെ ഇതുപോലെ പാക്ക് ചെയ്തിട്ട് തീർച്ചയായും നിങ്ങളുടെ ബന്ധുക്കൾക്ക് അവരെത്തിച്ചു കൊടുക്കും. അത് സർപ്രൈസ് ആയിട്ടാണ്. സർപ്രൈസ് അതല്ലാതെയാണ് നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ അവൾ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വീട്ടിലേക്ക് അവരുടെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്, രാമന്തളിയിലുള്ള വീട്ടിലേക്ക്. ഇത് നമ്മുടെ എമിക്കുട്ടനാണ് കേട്ടോ. ആളിങ്ങനെ അടുത്ത് കിട്ടുന്നില്ല. മർജാൻ സനയുടെ പുത്രൻ എമിൻ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇവിടെ പറയാതിരുന്ന് വന്നത്. പക്ഷേ നമ്മുടെ കണ്ട ഉടനെ തന്നെ ഇവർ വിഭവസമൃദ്ധമായിട്ടുള്ള എന്താ പറയുക ഒരു സൽക്കാരം തന്നെ ആയിരുന്നു. കുറഞ്ഞ സമയം കൊണ്ട് തീന്മേശ അങ്ങ് നിറച്ച് കളഞ്ഞു. സനയും സനേൻ്റെ ഉമ്മയും അതുപോലെ തന്നെ അനുജത്തിയുണ്ട്, പിന്നെ ഒരു ഇളയമ്മയുണ്ട്. എല്ലാവരും കൂടി അങ്ങ് കിച്ചണിൽ ഇറങ്ങിയിട്ട് തകർത്തു എന്ന് പറയാം. തീന്മേശ അങ്ങനെ വിപുലമാക്കി. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാൻ നേരത്ത് ചായ കുടിക്കാതെ പോരെന്ന് പറഞ്ഞ നിർബന്ധപ്രകാരം അവർ ചായയും കടിയും കാര്യങ്ങളും ഒരുക്കുകയും ചെയ്തു. അപ്പോൾ എല്ലാം കൂടി കഴിച്ചപ്പോൾ ഒരു മന്ദസ്ഥിതിയാണ്. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞ് നമ്മൾ ഇവരെ വീട്ടിൽ നിന്നും, രാമന്തളിയിലെ വീട്ടിൽ നിന്നും ഇറങ്ങുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബീച്ചുണ്ടെന്ന് പറഞ്ഞു, കടൽക്കരയോട് ചേർന്നിട്ടുള്ള കുറച്ച് ഇരിക്കാൻ പറ്റി. അപ്പം അവിടെയൊക്കെ പോയി കുറച്ച് കാറ്റൊക്കെ കൊണ്ടിട്ട്, ഏതായാലും വയറ് നിറച്ചതല്ലേ, ഒന്ന് ക്ഷീണമൊക്കെ മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളെല്ലാവരും കൂടി നല്ല സുന്ദരമായ സ്ഥലം കേട്ടോ, നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സൂപ്പർ സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്നു. അതിൻ്റെ അടിയിൽ തന്നെ തൊട്ടടുത്ത് ചെറിയൊരു കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസോ ചായ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ നല്ല ചൂട് സമയമാണെങ്കിൽ അവിടെ ഇരുന്നപ്പോൾ നല്ല കാറ്റുണ്ട്. ഇളം കാറ്റോട് കൂടി അവിടെ ഇരുന്ന് സമയം പോയത് അറിഞ്ഞിട്ടില്ല. കുറേ നേരം സംസാരിച്ചു എല്ലാവരും. ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ, ചുറ്റുഭാഗത്തുള്ളവരൊക്കെ. കുട്ടികൾക്ക് കുറിച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ അത് വേറെയുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് സമയം അവിടെ എല്ലാവരുമായിട്ടൊന്ന് ഇരുന്ന് സംസാരിച്ചു. പിന്നെ അതിനിടയിൽ കുട്ടികൾ പലതും ഇങ്ങനെ വാങ്ങിക്കൊണ്ടാന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കടയിൽ നിന്ന്. വിവിധമായിട്ടുള്ള എന്താ പറയുക സാധനങ്ങൾ ഓർഡർ ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു, ചായയും ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് ഇനി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോവാണ്. മറ്റു വീഡിയോയുമായി വീണ്ടും വരാം. ഞാൻ തൽക്കാലം വീഡിയോ പറയുന്നു. ഹാരിസ് അബ്ദുള്ള, ഹാരിസ് ഓൺ നെറ്റ്.